നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, പൊതുവെ പേരൻസ് കുട്ടികൾക്ക് ചിപ്സ് അല്ലെങ്കിൽ ചോക്ലേറ്റ്സ് ഒക്കെ കൊടുക്കുന്ന കാര്യത്തിൽ ഭയങ്കര കോൺഷ്യസ് ആണ്. പക്ഷേ ഒരു കുട്ടിക്ക് ഒരു ടാബോ ഒരു മൊബൈലോ കൊടുക്കുന്ന കാര്യത്തിൽ അത്ര കോൺഷ്യസ് ആണോ? എത്ര നേരം കാണുന്നു എന്ന് ചെക്ക് ചെയ്യുന്ന ആൾക്കാർ പിന്നെയും കൂടുതലാണ്. പക്ഷേ എന്താണ് കാണുന്നതെന്ന് ചെക്ക് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കുറവ് തന്നെയാണ്. പറഞ്ഞു വരുന്നത് വെർച്വൽ ഓട്ടിസത്തെ പറ്റിയാണ്. ഈ ഒരു ടേം തന്നെ 2018 ഒരു റൊമാനിയൻ സൈക്കോളജിസ്റ്റ് മാരിയസ് തിയോഡോർ സാംഫർ ആണ് ആദ്യമായിട്ട് യൂസ് ചെയ്തത്. പിന്നീട് കോവിഡിന് ശേഷമാണ് ഈ ടേമിന് നല്ല പോപ്പുലാരിറ്റി വന്നത്. അപ്പോൾ റീസെൻ്റ്ലി നമ്മളൊരു 2.5 വയസ്സുള്ള കുട്ടി ഏകദേശം 9 മണിക്കൂറായിരുന്നു ആവറേജ് സ്ക്രീൻ ടൈം. കുട്ടിയുടെ സ്ലീപ്പ് സൈക്കിൾ തന്നെ നോർമൽ അല്ല. 2 മണി 3 മണിയൊക്കെ ആവും കുട്ടി ഉറങ്ങാൻ. അതുവരെ കുട്ടി ഫോണിൽ കളിക്കും. അപ്പം നമ്മൾ ഇതൊരു വെർച്വൽ ആർട്ടിസത്തിൻ്റെ രൂപത്തിലാണെന്ന് പേരൻസിനോട് പറഞ്ഞ സമയത്ത് പേരൻസിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് ആക്സെപ്റ്റ് ചെയ്യാൻ. സ്ക്രീന് കണ്ടത് കൊണ്ട് എൻ്റെ കുട്ടിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമോ എന്നുള്ളതായിരുന്നു ചോദ്യം. വേൾഡ് വൈഡ് ആയിട്ടുള്ള സ്റ്റഡീസ് പ്രൂവ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ 2 വയസ്സ് അല്ലെങ്കിൽ അതിൽ താഴെ ഉള്ളതോ മേലെ ഉള്ളതോ കുട്ടികളായിക്കോട്ടെ 2 മണിക്കൂറിലധികം ഓരോ ദിവസവും ഫോൺ കൊടുക്കുകയാണെങ്കിൽ അവരുടെ വൈറ്റ് മാറ്ററിൽ റിഡക്ഷൻ ഉണ്ടാവുന്നുണ്ട്. വൈറ്റ് മാറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രെയിനിൽ കേബിൾസ് പോലെയാണ്, അതായത് ബ്രെയിനിൻ്റെ എല്ലാ ഭാഗത്തെയും കണക്ട് ചെയ്യുന്നത് ഇതാണ്. ഇതിൽ റിഡക്ഷൻ ഉണ്ടാകുമ്പം നമ്മുടെ തോട്ട് പ്രോസസ്സ്, ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി ഇതിനെല്ലാം ബാധിക്കും. അതുകൊണ്ടാണ് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിൽ കാണിക്കുന്ന പോലത്തെ സിംറ്റംസ് കുട്ടികൾ അമിതമായ സ്ക്രീൻ എക്സ്പോഷർ ഉണ്ടായിക്കഴിഞ്ഞാൽ കാണിക്കുന്നത്. ഇവരൊരിക്കലും ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിൽ വരുന്ന ആൾക്കാരല്ല, പക്ഷേ ആ സിംറ്റംസ് ആണ് ഇവർ കാണിക്കുന്നത്. എന്തൊക്കെയാണ് സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ, ഇവർക്ക് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിലേ ഉണ്ടാകും. രണ്ടാമത്തത് ബിഹേവിയറൽ പ്രോബ്ലംസ് ആണ്. ഭയങ്കര മൂഡ് സ്വിങ്സ്, എപ്പോഴും ഭയങ്കര കരച്ചിൽ, ഭയങ്കര ദേഷ്യം, അല്ലെങ്കിൽ ഭയങ്കര ഹൈപ്പർ ആക്ടിവിറ്റി, ഇത്തരം പ്രോബ്ലംസ്. മൂന്നാമത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, സോഷ്യൽ ഇൻട്രാക്ഷനിൽ താല്പര്യമില്ല, അല്ലെങ്കിൽ അത് ചെയ്തുകൊണ്ടിരുന്ന കുട്ടി അത് സ്റ്റോപ്പ് ചെയ്യുന്നു. ലൈക്ക് പേര് വിളിച്ചാൽ റെസ്പോണ്ട് ചെയ്തിരുന്ന കുട്ടി പിന്നീട് അത് സ്റ്റോപ്പ് ചെയ്യുന്നു. അതേപോലെ ഒരാൾ മുഖത്തേക്ക് നോക്കുന്നില്ല, മറ്റുള്ള കുട്ടികളുടെ കൂടെ കളിക്കുന്നില്ല, ഒരാൾ എന്താ പറയുന്നതെന്നുള്ള ശ്രദ്ധയില്ല, കമ്മ്യൂണിക്കേഷനിൽ പൊതുവെ താല്പര്യമില്ല. അപ്പോൾ ഇത്തരം സിംറ്റംസ് ഒക്കെ എന്താണ് ഓട്ടിസം ലൈക്ക് സിംറ്റംസ് ആയതുകൊണ്ടും ഇതൊക്കെ വരുന്നത് അമിതമായ സ്ക്രീൻ എക്സ്പോഷർ കാരണമായതുകൊണ്ടുമാണ് ഇതിനെ നമ്മൾ വെർച്വൽ ഓട്ടിസം എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് പാർട്ട്, ഇത് റിവേഴ്സിബിൾ ആണ്. നിങ്ങൾ എത്രയും നേരത്തെ തിരിച്ചറിഞ്ഞ് സ്ക്രീൻ ടൈം ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് പ്രോപ്പർ തെറപ്പി, അതായത് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിലേ ഒക്കെ ഉണ്ടെങ്കിൽ സ്പീച്ച് തെറപ്പി, മറ്റ് ബിഹേവിയറൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിൻ്റെ തെറപ്പീസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് നല്ല പ്രോഗ്രസ് ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് പാർട്ട്. സോ ശരിയാകും, സ്ക്രീനൊക്കെ എല്ലാ കുട്ടികളും യൂസ് ചെയ്യുന്നതല്ലേ, അതുകൊണ്ടൊന്നുമല്ല എന്ന് വിചാരിച്ചിരിക്കാതെ എത്രയും പെട്ടെന്ന് പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക.